നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടി സംഘടിപ്പിക്കാൻ ഒരുങ്ങി UK. ഫലപ്രദവും കൂട്ടായ ശ്രമത്തിലൂടെയുമുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ അറിയിച്ചു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന കടൽമാർഗമാണ് ഹോർമസ് കടലിടുക്ക്. ഇറാൻ പ്രതീകാരാക്രമണ ഭീഷണി ഉയർത്തിയതോടെ ഈ കടലിടുക്ക് നിലവിൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. UK, UAE, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ 30-ലധികം ജനങ്ങൾ കടലിടുക്ക് സുരക്ഷിതമാക്കുന്നതിനായി സംയുക്ത പ്രസ്താവനയിൽ ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഗൾഫ് മേഖലയിലേക്ക് മൈൻസ് നീക്കം ചെയ്യുന്നതിനുള്ള ഡ്രോൺ വിന്യസിക്കുന്നത് അടക്കമുള്ള നടപടികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉച്ചകോടി ലണ്ടനിലോ പോസ്റ്റ്മൌത്ത് നാവൽ ബേസിലോ നടത്താൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അധികാരമേറ്റ ശേഷം നടത്തിയ വിദേശയാത്രകളുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതുവരെ ഏകദേശം 40ഓളം വിദേശ സന്ദർശനങ്ങൾ നടത്തിയെന്നും 4 മില്യൺ പൗണ്ടിന് മേൽ ചെലവായി എന്നുമാണ് റിപ്പോർട്ടുകൾ. 2025 അവസാന 3 മാസങ്ങളിൽ മാത്രം നടത്തിയ യാത്രകൾ ഏറ്റവും ചിലവേറിയതായിരുന്നു. 8 വിദേശ യാത്രകൾക്ക് മാത്രമായി 1.2 മില്യൺ ചെലവഴിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നടന്ന കോപ്പ് ക്ലൈമറ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത 3 ദിവസത്തെ സന്ദർശനമാണ് ഏറ്റവും ചിലവേറിയത്. 29 ഉദ്യോഗസ്ഥരോടൊപ്പം നടത്തിയ ഈ യാത്രയ്ക്ക് ഏകദേശം 4,13,000 പൗണ്ട് ചെലവായി. ഇന്ത്യയിലേക്കുള്ള വ്യാപാര സന്ദർശനത്തിന് 45 അംഗ സംഘത്തോടൊപ്പം കൊമേഴ്ഷ്യൽ വിമാനത്തിൽ പോയതിന് 3,41,000 പൗണ്ട് ചെലവായപ്പോൾ ജോഹന്നാസ്ബർഗിൽ നടന്ന G20 സമ്മിറ്റിലേക്ക് റാഫ് വിമാനത്തിൽ 30 ഉദ്യോഗസ്ഥരോടൊപ്പം പോയതിന് 3,70,000 പൗണ്ട് ചെലവായി. ആകെ 39 വിദേശയാത്രകൾ നടത്തിയ സ്റ്റാമറിനെതിരെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. നെവർ ഹിയർ കെയർ എന്ന പരിഹസിക്കുകയും രാജ്യത്തിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റാമറിന്റെ വിദേശയാത്രകൾ രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തിന് പുതിയ സർക്കാർ നിർദ്ദേശങ്ങൾ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തെക്കുറിച്ചുള്ള പുതിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് സർക്കാർ ഈ ആഴ്ച പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. ഡിജിറ്റൽ ലോകത്തിൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്ന മാതാപിതാക്കൾക്ക് ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. മാതാപിതാക്കളും വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ഈ മാർഗനിർദ്ദേശങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളാണ് നൽകുക. അതോടൊപ്പം യു വോണ്ട് നോ അണ്ടിൽ യു ആസ്ക് എന്ന ക്യാമ്പയിനും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ ഓൺലൈനിൽ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് അവരുടെ കൂടെ സംവദിക്കാൻ കുടുംബങ്ങൾക്ക് പ്രായോഗിക സഹായം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. പെരുമാറ്റ ഗവേഷണത്തിന്റെയും അക്കാദമിക് ഉൾക്കാഴ്ചകളുടെയും പിന്തുണയോടെ ഈ ക്യാമ്പയിൻ മാതാപിതാക്കൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ, സംഭാഷണ നിർദ്ദേശങ്ങൾ, തെറ്റായ ഉള്ളടക്കങ്ങൾ എന്നിവ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. മെനിഞ്ചൈറ്റിസ് പകർച്ചവ്യാധിയെക്കുറിച്ച് അലർട്ട് നൽകുന്നതിൽ NHS കാലതാമസം വരുത്തിയതായ റിപ്പോർട്ട്. BBC നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരം പുറത്തുവന്നത്. മാർച്ച് 13 വെള്ളിയാഴ്ച ഉച്ചയോടെ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയെ ക്യൂൻ എലിസബത്ത് ദ ക്യൂൻ മദർ ഹോസ്പിറ്റൽ വിവരം അറിയിച്ചതാണ്. എന്നാൽ രോഗി 2 ദിവസം മുൻപേ ആശുപത്രിയിൽ എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നിയമപ്രകാരം ഇത്തരം രോഗങ്ങൾ തടയാൻ ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ പരിശോധനാ ഫലം സ്ഥിരീകരിക്കുന്നതുവരെ കാത്തിരുന്നതാണ് വൈകാൻ കാരണമായത്. ഈസ്റ്റ് കെന്റ് ഹോസ്പിറ്റൽ NHS ട്രസ്റ്റ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പകർച്ചവ്യാധി വ്യാപനം നേരത്തെ കണ്ടെത്തുന്നതിന് തടസ്സമായതായെന്നാണ് വിദഗ്ധർ ആരോപിക്കുന്നത്. ഇപ്പോൾ 23 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ കൂടുതലും യുവാക്കളും കൌമാരക്കാരുമാണ്. രോഗം മൂലം 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 4 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായ തെരുവുകളിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതിനായി കൌൺസിലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. സ്ത്രീകൾക്ക് സ്വന്തം പ്രദേശങ്ങളിൽ പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയെ വ്യവസ്ഥാപരമായ അനീതി എന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചത്. ആക്റ്റീവ് ട്രാവൽ ഇംഗ്ലണ്ട് തയ്യാറാക്കുന്ന ഈ നിർദ്ദേശങ്ങളിൽ മെച്ചപ്പെട്ട ലൈറ്റിംഗ്, CCTV ക്യാമറകൾ സ്ഥാപിക്കൽ, ഇരുണ്ട അണ്ടർപാസുകൾ ഒഴിവാക്കി റോഡ് ലെവൽ ക്രോസിംഗുകൾ കൊണ്ടുവരൽ തുടങ്ങിയ നടപടികൾ ഉൾപ്പെടുന്നുണ്ട്. സ്പെയിൻ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മാതൃകകളും പരിഗണിക്കുന്നുണ്ട്. രാത്രിയിൽ സ്ത്രീകൾക്ക് ബസ് സ്റ്റോപ്പുകൾക്കിടയിൽ തന്നെ ഇറങ്ങാൻ അനുവാദം നൽകുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷം അവസാനത്തോടെ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് പദ്ധതിയിടുന്നത്. നിലവാരമുള്ള പദ്ധതികൾക്ക് സർക്കാരിന്റെ ധനസഹായവും ലഭ്യമാക്കും. ഇംഗ്ലണ്ടിൽ കൌൺസിലുകൾക്ക് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ഇത് ആദ്യമായാണ്.
ലിവർപൂൾ ഇതിഹാസ താരം മുഹമ്മദ് സലാ ഈ സീസൺ അവസാനത്തോടെ ടീം വിടുമെന്ന് അറിയിച്ചു. 2025-26 സീസൺ അവസാനത്തോടെ താരം ക്ലബുമായി വേർപിരിയുമെന്ന് ലിവർപൂൾ സമൂഹ മാധ്യമത്തിലൂടെ അറിയിക്കുകയായിരുന്നു. 2017 ജൂൺ 22-ന് AS റോമയിൽ നിന്നും ലിവർപൂളിലെത്തിയ സലാ യുർഗൻ ക്ലോപ്പിന്റെ ടീമിലെ പ്രധാന താരമായിരുന്നു. ഇതുവരെ 435 മത്സരങ്ങളിൽ ലിവർപൂളിനായി കളിച്ച താരം 250-ലേറെ ഗോളുകൾ നേടിയിട്ടുണ്ട്. 2019 ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ ഉൾപ്പെടെ ടീമിൽ നിർണായക പങ്കുവഹിച്ച താരം പുതിയ പരിശീലകൻ ആർനെ സ്ലോട്ടിന് കീഴിൽ പൂർണ്ണ തൃപ്തനല്ലായിരുന്നു. നേരത്തെ ജനുവരിയിൽ വിൻഡോയിൽ താരം ടീം വിടുമെന്ന തരത്തിൽ വാർത്തകൾ ഉയർന്നിരുന്നുവെങ്കിലും ടീം മാനേജ്മെന്റ് ഇടപെട്ട് താരത്തെ പിടിച്ചു നിർത്തുകയായിരുന്നു. നിരവധി സൗദി ക്ലബ്ബുകൾ താരത്തിനായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുകെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് വിജയം. കൊല്ലം വാളകം സ്വദേശി അഭിഷേക് റോയാണ് സ്റ്റുഡന്റ് ഓഫീസറായി തിരഞ്ഞെടുത്തത്. അഭിഷേകിനെ കൂടാതെ സ്റ്റുഡന്റ് ഓഫീസറായി നിഖിത, ഹാരിഷ്, ആയിഷ, കറീഷ് എന്നിവരാണ് വിജയിച്ചത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 25,000-ലധികം വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ പഠിക്കുന്നത്. ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ശമ്പളം ഉൾപ്പെടെ മികച്ച ആനുകൂല്യങ്ങളാണ് യൂണിവേഴ്സിറ്റി നൽകുന്നത്. വിദ്യാർത്ഥി വിസയിൽ എത്തിയവർക്ക് 1 വർഷത്തേക്ക് വിസ കാലാവധിയും നീട്ടി നൽകും. നിലവിലെ എഡ്യൂക്കേഷൻ ഓഫീസറും സ്റ്റുഡന്റ് ഗവർണറും ആണ് അഭിഷേക്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടന്റെ ഡോക്ലാൻഡ്സ് ക്യാമ്പസിലെ MBA വിദ്യാർത്ഥിയാണ് അഭിഷേക് റോയ്. 3 വർഷത്തോളം കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തതിനു ശേഷം 2023 സെപ്റ്റംബറിലാണ് ഉപരിപഠനത്തിനായി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ എത്തിച്ചേർന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. UDF ജയിക്കുമെന്നും രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രിയാകുകയെന്നും PJ കുര്യൻ പറഞ്ഞു. തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ രമേശ് ചെന്നിത്തല വേദിയിൽ ഇരിക്കെയാണ് PJ കുര്യന്റെ പ്രസ്താവന. മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിന് വീട് ജപ്തി ചെയ്യില്ലെന്ന് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക്. മാർച്ച് 31-നകം ബാങ്ക് വായ്പ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കുമെന്ന് മുനീറിന്റെ കുടുംബം ഉറപ്പു നൽകിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. മാർച്ച് 31-നകം കുടിശ്ശിക അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് സഹകരണ ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു. കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൌസിനാണ് ജപ്തി സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചത്. CPIM വിട്ട TK ഗോവിന്ദന്റെ ഭാര്യ KP രമണിയെ പുറത്താക്കി CPIM. നിലവിൽ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗമാണ് KP രമണി. ഇന്നലെ TK ഗോവിന്ദന്റെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമണി പങ്കെടുത്തിരുന്നു. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന കൺവെൻഷനിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് രമണിയെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.